ധർമ്മസ്ഥലയിൽ പോലീസിന്റെ ഗുരുതര വീഴ്ച വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാമെന്ന നിയമപ്രകാരമാണ് ഇതെന്നാണ് വിവരാവകാശ രേഖയുടെ മറുപടിയിൽ പറയുന്നത്. 10 വർഷത്തിനിടെ 485 മരണങ്ങളാണ് ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്തത്. വിവരങ്ങളുമായി സരീഷ് പി കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സരീഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തൊക്കെ വീഴ്ചകളാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്? അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വിവരാവകാശ നിയമത്തിലൂടെ തന്നെ പുറത്തു വരുന്നത്. അതിൽ വിവരാവകാശ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ മുഴുവൻ 2023 നശിപ്പിച്ചിട്ടുണ്ട്. നവംബർ 23 നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിവരാവകാശ നിയമത്തിൽ പറയുന്ന, അല്ലെങ്കിൽ വിവരാവകാശ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ 10 വർഷത്തിനിടയിൽ തന്നെ 400-ലേറെ അസ്വാഭാവിക മരണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശം പുറത്തു വരുന്നത്. ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിലൊരു വിവരാവകാശം ചോദിച്ച് നൽകിയിരുന്നത്. പക്ഷേ 2024 ലഭിച്ച മറുപടിയാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. ആ ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനായിരുന്നു ഈ ധർമ്മസ്ഥല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്യുകയും സംസ്കാരം ഉൾപ്പെടെയുള്ള UDR നടപടികളൊക്കെ പൂർത്തിയാക്കി റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ ധർമ്മസ്ഥലയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ വരുന്നു. ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേസുകൾ ഫയൽ ചെയ്യാൻ തുടങ്ങുന്നു. അതിന് പിന്നാലെയാണ് ഈ 2000 മുതൽ 2015 വരെയുള്ള റെക്കോർഡുകൾ, അത് അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന രേഖകൾ, അത് കോടതിയിലേക്ക് പോകുന്നു. അത് കൂടുതൽ രേഖകൾ സൂക്ഷിക്കേണ്ടതില്ല എന്ന നിയമപ്രകാരം നശിപ്പിക്കാൻ ഒരു അനുവാദം തേടുന്നു. ആ അനുവാദപ്രകാരം ഇത്രയേറെ റെക്കോർഡുകൾ, പ്രത്യേകിച്ച് 400-ലേറെ അസ്വാഭാവിക മരണങ്ങൾ 10 വർഷത്തിനുള്ളിൽ മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സ്റ്റേഷനിൽ നിന്നും ആ റെക്കോർഡുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. സ്വാഭാവികമായും കോടതിയിലേക്ക് പോകുമ്പോൾ കോടതി ഇത്തരത്തിൽ റെക്കോർഡുകൾ നശിപ്പിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ അനുമതി നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഈ 2000 മുതൽ 2015 വരെയുള്ള കൃത്യമായി ഈ ആക്ഷൻ കമ്മിറ്റി ഏതൊക്കെ വർഷങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ വർഷങ്ങളിൽ ഇവിടെ അസ്വാഭാവിക മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നു, അതേ വർഷത്തെ റെക്കോർഡുകൾ എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച് നശിപ്പിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം സ്വാഭാവികമായും ധർമ്മസ്ഥല സ്റ്റേഷനിൽ ഇത്തരം റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതില്ല. കാരണം 8 വർഷം മുൻപാണ് ഈ ധർമ്മസ്ഥല സ്റ്റേഷൻ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ റെക്കോർഡുകളെല്ലാം കൈപ്പറ്റേണ്ടത്. ഇങ്ങനെയൊരു വലിയ ആരോപണം നിൽക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളെല്ലാം ഒരു ഭാഗത്ത് പോവുകയും ചെയ്യുമ്പോൾ എന്തിന് ഇത്രയും ധൃതി പിടിച്ച ഈ റെക്കോർഡുകൾ നശിപ്പിച്ചു എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇതൊരു തരത്തിലും അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ ധർമ്മസ്ഥല പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളുണ്ട്, നേരത്തെ സംസ്കാരം നടത്തിയതുൾപ്പെടെയുള്ള റെക്കോർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ ഇത് ബാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ബൽത്തങ്ങാടി പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രേഖാപ്രകാരമുള്ള മറുപടിയിൽ പറയുന്നതായി PK സരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ധർമ്മസ്ഥലയിൽ നിന്ന്.